ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഫിറോസ് ഗാന്ധിയുടെ സംഭാവനകളെക്കുറിച്ച് പലർക്കും വലിയ ധാരണയില്ല. ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവ് എന്നതിനപ്പുറം അദ്ദേഹം ഒരു ധീരനായ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. കോളേജ് പഠനകാലത്ത് തന്നെ രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന അദ്ദേഹം സിവിൽ നിയമലംഘന സമരത്തിലും ക്വിറ്റ് ഇന്ത്യ സമരത്തിലും സജീവമായി പങ്കെടുത്തു. ഇതിന്റെ പേരിൽ പലതവണ ബ്രിട്ടീഷ് സർക്കാർ അദ്ദേഹത്തെ ജയിലിൽ അടച്ചിട്ടുണ്ട്. രാഷ്ട്രീയ ജീവിതത്തിൽ മാത്രമല്ല, പത്രപ്രവർത്തനത്തിലും അദ്ദേഹം തന്റെ കഴിവ് തെളിയിച്ചു. നാഷണൽ ഹെറാൾഡ്, നവജീവൻ തുടങ്ങിയ പത്രങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ ആധുനിക ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ധൈര്യശാലിയായ നേതാവായിരുന്നു ഫിറോസ് ഗാന്ധി. സ്വന്തം കുടുംബത്തിൽ നിന്നും പാർട്ടിയിൽ നിന്നും പോലും എതിർപ്പുകൾ നേരിട്ടുകൊണ്ട് അദ്ദേഹം രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നിലകൊണ്ടു. 1957 നടന്ന LIC മുന്ദ്ര അഴിമതി പാർലമെന്റിൽ വെളിച്ചത്ത് കൊണ്ടുവന്നത് ഫിറോസ് ഗാന്ധിയാണ്. ഇന്ത്യയിൽ അഴിമതിക്കെതിരെ ശക്തമായ നിലപാടെടുത്ത ആദ്യകാല നേതാക്കളിൽ ഒരാളാണ് അദ്ദേഹം. തന്റെ ധീരമായ നിലപാടുകളിലൂടെ അദ്ദേഹം ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾക്ക് മാതൃകയായി. നെഹ്റു ഗാന്ധി കുടുംബം എന്നാൽ ജവഹർലാൽ നെഹ്റു മാത്രമല്ല, അദ്ദേഹത്തിന്റെ പിതാവ് മോത്തിലാൽ നെഹ്റു സ്വാതന്ത്ര്യ സമരത്തിലെ പ്രമുഖ നേതാവും നെഹ്റു റിപ്പോർട്ട് എന്ന സുപ്രധാന രേഖയുടെ ശില്പിയുമായിരുന്നു. ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന വേണമെന്ന് ആദ്യമായി ആവശ്യപ്പെട്ടവരിൽ ഒരാളാണ് അദ്ദേഹം. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ശിലകളിൽ ഒന്നാണ് ഈ റിപ്പോർട്ട്. ഈ കുടുംബത്തിലെ സ്ത്രീകൾക്കും സ്വാതന്ത്ര്യ സമരത്തെ വലിയ പങ്കുണ്ട്. ജവഹർലാൽ നെഹ്റുവിന്റെ അമ്മ സ്വരൂപ് റാണി നെഹ്റു, സഹോദരി വിജയലക്ഷ്മി പണ്ഡിറ്റ് എന്നിവരെല്ലാം സമരങ്ങളിൽ സജീവമായിരുന്നു. സ്വരൂപ് റാണി സ്വാതന്ത്ര്യ സമരങ്ങളിൽ പങ്കെടുത്തതിന് നിരവധി തവണ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. കമല നെഹ്റുവും സ്വാതന്ത്ര്യ സമരത്തിലെ ധീര വനിതയായിരുന്നു. അസുഖങ്ങൾക്കിടയിലും സമരങ്ങളിൽ സജീവമായിരുന്ന അവർ പലതവണയാണ് ജയിലിൽ അടയ്ക്കപ്പെട്ടത്. ജവഹർലാൽ നെഹ്റുവിന്റെ അഭാവത്തിൽ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നത് കമല നെഹ്റു ആണ്. അതുപോലെ ഐക്യരാഷ്ട്രസഭയുടെ ആദ്യ വനിതാ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട വിജയലക്ഷ്മി പണ്ഡിറ്റ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അന്താരാഷ്ട്ര തലത്തിൽ ശബ്ദമുയർത്തി. പലപ്പോഴും ഇവരുടെയെല്ലാം ത്യാഗങ്ങൾ വേണ്ടത്ര ചർച്ച ചെയ്യപ്പെടാറില്ല. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ട്രോളുകൾക്കപ്പുറം ഈ കുടുംബത്തിന്റെ ചരിത്രം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. തങ്ങളുടെ ജീവിതം രാജ്യത്തിന് വേണ്ടി ഉഴിഞ്ഞുവെച്ച ഒരുപാട് പേരുടെ കഥയാണത്. അവർ നടത്തിയ ത്യാഗങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആ ചരിത്രം കൃത്യമായി മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്.